സർക്കാർ കൊട്ടിയാഘോഷിച്ച ആശ്വാസകിരണം പദ്ധതി പാളി. കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് നൽകുന്ന സർക്കാർ സഹായം 1.5 വർഷത്തോളമായി ഗുണഭോക്താക്കൾക്ക് നൽകുന്നില്ല. കുടിശ്ശിക നൽകാൻ മാത്രം 21 കോടിയിലധികം രൂപ വേണമെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. തുക എങ്ങനെ കണ്ടെത്തി നൽകുമെന്ന് അറിയാതെ വലയുകയാണ് സർക്കാർ. 2010 വനിതാ ശിശുവികസന വകുപ്പ് കൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ പാളിക്കിടക്കുന്നത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗമുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായി കിടപ്പിലായ രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം സഹായമെന്നതാണ് ആശ്വാസകിരണം പദ്ധതി. പ്രതിമാസം 600 രൂപ നിരക്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ധനസഹായം നൽകി തുടങ്ങി. തുടക്കത്തിൽ 386 ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന പദ്ധതിയിൽ ഇന്ന് 19,229 പേർ സഹായം കൈപ്പറ്റുന്നുവെന്നാണ് സർക്കാർ വിവരാവകാശത്തിന് മറുപടി നൽകുന്നത്. ഇവർക്ക് കഴിഞ്ഞ 1.5 വർഷമായി സഹായം നൽകുന്നില്ലെന്നും പറയുന്നു. കുടിശ്ശിക നൽകാനായി 21,80,92,800 രൂപ വേണമെന്നും മറുപടിയുണ്ട്. കിടപ്പ് രോഗികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആശ്വാസകിരണം പെൻഷൻ പദ്ധതി കഴിഞ്ഞ 2 വർഷത്തെ തുക കുടിശ്ശികയായിരിക്കുകയാണെന്നാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകിയിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 24 മാസത്തോളം പെൻഷൻ കുടിശ്ശിക ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് മാസം 600 രൂപ നിരക്കിൽ ഇപ്പോൾ 2 വർഷത്തെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 14,000-ലേറെ രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട്. കഴിഞ്ഞ മാർച്ച് വരെ മാത്രമുള്ള കുടിശ്ശികയാണിത്. എന്നാൽ തുക എന്ന് നൽകാൻ കഴിയുമെന്നോ ഇതിനാവശ്യമായ പണം എങ്ങനെ കണ്ടെത്താനാകുമെന്നോ സർക്കാരിനറിയില്ല. ഇതോടെ ദുരിതത്തിലായത് പദ്ധതിയുടെ സഹായം മാത്രം പ്രതീക്ഷിച്ച പതിനായിരങ്ങളാണ്. ജനം, തിരുവനന്തപുരം.